നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ നമ്മള് കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് വന്നിട്ട് പെരുവഴി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. വളരെയധികം ദുഃഖത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നതാണ്. നമ്മൾ വന്നത് ഒരു ഇലക്ട്രിക് വണ്ടിയിലാണ്, ഇലക്ട്രിക്കിന്റെ ഒരു ഓട്ടോയിലാണ് വന്നത്. പക്ഷേ എന്നാൽ ഈ തിരുവനന്തപുരത്ത് എയർപോർട്ടിന്റെ പരിസര പ്രദേശത്തായിട്ടൊരു അഞ്ചാറ് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്ന സ്ഥലത്ത് എത്തി. എന്നാൽ ഇവിടെ ഒന്നും ചാർജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഒന്നുകിൽ അവിടെ QR കോഡ് കാണത്തില്ല, അല്ലെങ്കിൽ അത് ചാർജ് മൂടായിരിക്കത്തില്ല. ആകെ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു സംഭവം ഈ ഒരു ദുരനുഭവം നമുക്കുണ്ടായത് കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പം ഒരു 4-5 പോസ്റ്റുകളിൽ ചാർജിങ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷെ അവിടെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അപ്പൊ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടണം. കേരളം വികസനത്തിന്റെ പാതയിലാണെന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിക് വണ്ടികളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഇലക്ട്രിക് വണ്ടികളുമായിട്ട് തെരുവിലിറങ്ങുന്ന ആൾക്കാരുടെ അവസ്ഥ വളരെയധികം ദയനീയമാണ്. നമ്മൾ കൊല്ലം ജില്ലയിൽ നിന്നാണ് വന്നത്. ഇനിയിപ്പോ നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ വാഹനത്തിൽ ചാർജ് ഇല്ല. ഇത് വഴിയിൽ ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയത്. എന്നാൽ ഈ അവസ്ഥ വളരെ ദയനീയമാണ്. ഇത് വേറെ എങ്ങുമല്ല, കേരളത്തിന്റെ തലസ്ഥാന നഗരത്താണ്, തിരുവനന്തപുരത്താണ്. ദയവായിട്ട് തിരുവനന്തപുരത്തിന്റെ മേയറുടെ ശ്രദ്ധയിൽ ഇത് പെടണം. ദയവ് ചെയ്ത് ഈ ഒരു അവസ്ഥ മാറണം. കാരണം ഞങ്ങൾ ഇനിയിപ്പോ എങ്ങനെ പോകുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. എല്ലാ ചാർജ് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഈ ഒന്നുകിൽ മെഷീൻ കംപ്ലൈന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല. ആ അവസ്ഥയിൽ അതിനെ നശിപ്പിച്ചിട്ടേക്കുമായിരിക്കും. അപ്പൊ അതിന്റെ പിക്ചറുകളെല്ലാം ഞാൻ ഇതിനകത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് കേരളത്തിന്റെ സിസ്റ്റം വളർന്നു, കേരളം വികസനത്തിന്റെ പാതയിലാണെന്ന് വിശ്വസിച്ച് ഇറങ്ങി വരുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാരെ ഇങ്ങനെ ചതിക്കരുത് സർക്കാർ. കാരണം ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ചതുവാണ്. ഇതൊന്നും ശ്രദ്ധിക്കാൻ ആളില്ലാത്തത് കൊണ്ടായിരിക്കും ഇതിങ്ങനെ ഒരു നാശമായി കിടക്കുന്നത്. ഇത് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് വളരെയധികം ഒരു ചതുവായിട്ടുള്ള സംഗതിയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയും ഇതൊക്കെ നശിപ്പിക്കുന്നത് പൊതുജനം തന്നെയാണെന്ന്. പക്ഷെ ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കാനുള്ള ഒരു സംഗതി കൂടെ ചെയ്യണം. കാരണം ഇതുപോലെ പാവപ്പെട്ട ആൾക്കാർ അന്യ ജില്ലകളിൽ നിന്നൊക്കെ വന്ന് മറ്റുള്ള ജില്ലകളിൽ പെട്ടുപോകുന്നുണ്ട്. കേരളത്തിൽ ഞങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്ന് വന്നതാണ്, തിരുവനന്തപുരത്താണ് വന്നത്, വേറെ എങ്ങുമല്ല. പട്ടിക്കാട്ടിലാണെങ്കിൽ പറയായിരുന്നു, ശരിയായ പട്ടിക്കാടായതുകൊണ്ടാണ്. പക്ഷെ കൊല്ലത്തുണ്ട് ചാർജ് ചെയ്യുന്ന സ്ഥലങ്ങള്. കൊല്ലത്തും പുത്തൂരില്ല. പുത്തൂർ ഇതേപോലെ പൊട്ടനായിട്ടിരിക്കുകയാണ്. പക്ഷെ ഇത് തിരുവനന്തപുരത്താണ് വന്നേക്കുന്നത്, അതായത് കേരളത്തിന്റെ തലസ്ഥാന നഗരി. ഈ സിറ്റിയിൽ വന്നിട്ട് 4ാമത്തെ എടുത്താണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഈ 4ാമത്തെ എത്തി നിൽക്കുന്നിടത്തെ അവസ്ഥയും ഇതാണ്. താണ്ട കേട്ടോ, QR കോഡ് ഇല്ല. QR കോഡ് കുത്തിക്കീറി കളഞ്ഞിരിക്കുകയാണ്. QR കോഡ് ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും സാധാരണ ജനം എങ്ങനെ യാത്ര ചെയ്യും? എന്ത് വിശ്വസിച്ച് യാത്ര ചെയ്യും? ഇലക്ട്രിക് വണ്ടികൾ എങ്ങനെ വാങ്ങിക്കും? ഇലക്ട്രിക് വണ്ടികൾ വാങ്ങിച്ച് എങ്ങനെ ഉപയോഗിക്കും? എങ്ങനെയാണ് ഇലക്ട്രിക് വണ്ടികൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇതല്ലേ അവസ്ഥ? സർക്കാർ എന്ത് വികസനമാണ് കൊണ്ടുവരുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാവുന്നത്? ജനം പെരുവഴിയിൽ നിൽക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാവുന്നത് എന്താ? സിസ്റ്റത്തിന്റെ വളർച്ചയെന്നോ സിസ്റ്റത്തെ ഒന്നും കുറ്റം പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ ശ്രദ്ധിക്കാൻ ആളുണ്ടാവണം. ഇതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി വെക്കാനെങ്കിലും ആളുണ്ടാവണം. അല്ല, ഇത് കുറെ സ്ഥലത്ത് ഞങ്ങൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നുകൂടി തിരക്കാൻ ആളുണ്ടാവണം.